സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ, നിത്യസത്യദയാനിധിയേ, ഇനി കൽപ്പാന്തമിഴിതൾ തുറന്നീടണേ. ഇരുമുടി നിറയുമീ ദുരിതം ഒഴിയണേ, ഇഹപരശാന്തിതൻ അമൃതം അരുളണേ. മനസാകും പുലിമേലെ വാഴണേ, ജന്മശനി നീക്കി ശരിയേകിടേണമേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. മഞ്ഞണി മാമലമേലെ കർപ്പൂരക്കടല്, കരയിൽ സ്വാമി തൻ പൊന്നണി വീട്. മഞ്ഞണി മാമലമേലെ കർപ്പൂരക്കടല്, കരയിൽ സ്വാമി തൻ പൊന്നണി വീട്. മാലുകൾ നീക്കിടുവാനയ്യപ്പാ നീ മഹിഷി മാരകൻ ആയിട്. മാലുകൾ നീക്കിടുവാനയ്യപ്പാ നീ മഹിഷി മാരകൻ ആയിട്. കലികാലം കൺപാർക്കും പരമാർത്ഥ പുണ്യമേ, നീതന്നതല്ലോ എൻ ജീവിതം. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. പൂവണിക്കാടിനു ചാരേ പുണ്യാഹക്കടവ്, പുലരും സമതതൻ സുന്ദരശീലേ. പൂവണിക്കാടിനു ചാരേ പുണ്യാഹക്കടവ്, പുലരും സമതതൻ സുന്ദരശീലേ. സ്വാമിക്ക് പമ്പയൊരു പൂണൂലേ, എൻ ആത്മാവല്ലയോ കോവിലേ. സ്വാമിക്ക് പമ്പയൊരു പൂണൂലേ, എൻ ആത്മാവല്ലയോ കോവിലേ. ഉടയോന് പകരുന്നു ഉയിരാർന്ന കീർത്തനം, അറിയേണമടിയന്റെ സങ്കടം. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ, നിത്യസത്യദയാനിധിയേ, ഇനി കൽപ്പാന്തമിഴിതൾ തുറന്നീടണേ. ഇരുമുടി
പരശാന്തിതൻ അമൃതം അരുളണി മനസാകും പുലിമേലെ വാഴണേ ജന്മശനി നീക്കി ശരിയേകിടേണമേ സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ ചന്ദ്രികേ ഹരിതസാനുവിൽ പ്രണവമന്ത്രമായി ഒഴിയുവാൻ വരൂ ആഴിപൂജയിൽ അമൃതധാരയിൽ ശുഭദമാം ശരണമായി പുലരുവാൻ വരൂ പുലരുവാൻ വരൂ ഉദയചന്ദ്രികേ ഹരിതസാനുവിൽ പ്രണവമന്ത്രമായി ഒഴിയുവാൻ വരൂ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ ആദിവേദമാദരവാൽ നിന്നെ വാഴ്ത്തുമ്പോൾ അയ്യനയ്യനെന്നും നിന്നെ നോക്കി നിൽക്കുമ്പോൾ ആദിവേദമാദരവാൽ നിന്നെ വാഴ്ത്തുമ്പോൾ അയ്യനയ്യനെന്നും നിന്നെ നോക്കി നിൽക്കുമ്പോൾ ആയിരം പരാഗമാർന്ന താരകങ്ങൾ നിൻ ആത്മപൂജ ചെയ്തു നിന്നെ കാത്തിരിക്കുമ്പോൾ ആകാശം നിൻ മുന്നിൽ പാട്ടുമൂളവേ യുഗസന്ധ്യ നിന്റെ കാൽക്കൽ വീണൊടുക്കുകൊട്ടുന്നു സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ ഉദയചന്ദ്രികേ ഹരിതസാനുവിൽ പ്രണവമന്ത്രമായി ഒഴിയുവാൻ വരൂ ആദിനാദമാരഭിയായി നിന്നെ മൂടുമ്പോൾ അന്തിമേഘമാല നിന്നെ പൊന്നു ചാർത്തുമ്പോൾ ആദിനാദമാരഭിയായി നിന്നെ മൂടുമ്പോൾ അന്തിമേഘമാല നിന്നെ പൊന്നു ചാർത്തുമ്പോൾ പ്രാണനിൽ വിരിഞ്ഞുണർന്ന പൂക്കളാലേ നിൻ പാദരേണു പോലുമിന്ന് ധന്യമാക്കവേ ജന്മങ്ങൾ പോയാലും ജന്മമില്ലയോ ഈ ബന്ധമോക്ഷമൊന്നു തന്നു കാക്കുകയില്ലയോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ
സ്വാമിയേ ഉദയചന്ദ്രികേ ഹരിതസാനുവിൽ പ്രണവമന്ത്രമായി ഒഴിയുവാൻ വരൂ. ആഴിപൂജയിൽ അമൃതധാരയിൽ ശുഭദമാം ശരണമായി പുലരുവാൻ വരൂ, പുലരുവാൻ വരൂ. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ ശരണമയ്യപ്പ അയ്യപ്പോ സ്വാമിയേ ശരണമയ്യപ്പ. ശബരിമല വാഴും സ്വാമി ശരണമയ്യപ്പ ഹരിഹരാത്മജനാം സ്വാമി ശരണമയ്യപ്പ. ശബരിമല വാഴും സ്വാമി ശരണമയ്യപ്പ ഹരിഹരാത്മജനാം സ്വാമി ശരണമയ്യപ്പ. ഇരുമുടിക്കെട്ടും പേറി പടിപതിനെട്ടും കേറി ഇവർ വരുന്നയ്യ നിന്റെ ശരണമന്ത്രവുമാ. നട തുറന്നയ്യ ദർശന സുഹൃതമേകണമേ നിന്റെ മിഴി തുറന്നയ്യ കനിവിൻ അമൃതു ചൊരിയണമേ. ഇരുമുടിക്കെട്ടും പേറി പടിപതിനെട്ടും കേറി ഇവർ വരുന്നയ്യ നിന്റെ ശരണമന്ത്രവുമാ. ഉദയരശ്മികളാൽ മാനം കണിയൊരുക്കുമ്പോൾ എന്നും ഹൃദയസീമയിൽ നീ തങ്കക്കതിർ ചൊരിഞ്ഞിടണേ. ഉദയരശ്മികളാൽ മാനം കണിയൊരുക്കുമ്പോൾ എന്നും ഹൃദയസീമയിൽ നീ തങ്കക്കതിർ ചൊരിഞ്ഞിടണേ. കളഭകോമളമാം നിന്റെ കനകമണിബിംബം കണ്ടു കരതളിർക്കൂപ്പും ഞങ്ങൾക്കഭയമേകണമേ. ഇരുമുടിക്കെട്ടും പേറി പടിപതിനെട്ടും കേറി ഇവർ വരുന്നയ്യ നിന്റെ ശരണമന്ത്രവുമാ. കരുണ തന്മൂർത്തേ നിന്റെ ചരണതാമരകൾ കൂപ്പാം കഥനവാരിധിയിൽ നിന്നും കരകയറ്റിടണേ. കരുണ തന്മൂർത്തേ നിന്റെ ചരണതാമരകൾ കൂപ്പാം കഥനവാരിധിയിൽ നിന്നും കരകയറ്റിടണേ. കലിയുഗ കലിയാം കാട്ടുപുലിയിൽ നിന്നും നീ അൻപും കനിവുമുലകർക്കായി കറന്നു സദയമേകണമേ. ഇരുമുടിക്കെട്ടും പേറി പടിപതിനെട്ടും കേറി ഇവർ വരുന്നയ്യ
നിന്റെ ശരണമന്ത്രവുമാ നട തുറന്നയ്യ ദർശന സുഹൃതമേകണമേ നിന്റെ മിഴി തുറന്നയ്യ കനിവിൻ അമൃതു ചൊരിയണമേ ശബരിമല വാഴും സ്വാമി ശരണമയ്യപ്പ ഹരിഹരാത്മജനാം സ്വാമി ശരണമയ്യപ്പ ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം സ്വാമി ശരണമയ്യപ്പ വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണുശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദനിരതം ശാസ്താരം പ്രണമാമ്യഹം സ്വാമി ശരണമയ്യപ്പ മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഘ്നഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം സ്വാമി ശരണമയ്യപ്പ അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രുവിനാശനം അസ്മദിഷ്ടപ്രഭാതാരം ശാസ്താരം പ്രണമാമ്യഹം സ്വാമി ശരണമയ്യപ്പ പാണ്ഡ്യേശവംശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണപരം ദേവം ശാസ്താരം പ്രണമാമ്യഹം സ്വാമി ശരണമയ്യപ്പ പഞ്ചരത്നാഖ്യവേദദ്യോ
നിത്യം ശുദ്ധപടേത് നരഃ തസ്യ പ്രസന്നോ ഭഗവാൻ ശാസ്താ വസതി മാനസേ സ്വാമി ശരണമയ്യപ്പ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷാ മഹാബാഹോ ശാസ്തേ തുഭ്യം നമോ നമഃ. സ്വാമി ശരണമയ്യപ്പ. സ്വാമി ശരണമയ്യപ്പ. സ്വാമി ശരണമയ്യപ്പ. ഗജാനനം ഭൂതഗണാദിസേവിതം കവിത്വജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. സ്വാമിയേ ശരണമയ്യപ്പോ, സ്വാമിയേ ശരണമയ്യപ്പോ, സ്വാമിയേ ശരണമയ്യപ്പോ. നിറപുത്തരിയിത്തിരിയിന്നു വിളമ്പിയ ഉത്തരജാതകനെ എന്നത്തലു നീക്കിയകത്തു കരേറിയ പന്തള ബാലകനെ. നിറപുത്തരിയിത്തിരിയിന്നു വിളമ്പിയ ഉത്തരജാതകനെ എന്നത്തലു നീക്കിയകത്തു കരേറിയ പന്തള ബാലകനെ. മുത്തുക്കുട അഴകോടെ നക്ഷത്ര തിരിതെളിയെ മുന്നാഴിപ്പാലുനിലാവിൽ അഭിഷേകം ചെയ്തേ കാലം തിരുമുൻപിൽ തിട്ടൂരത്തിനു കാത്തുകിടക്കുന്നേ. നിറപുത്തരിയിത്തിരിയിന്നു വിളമ്പിയ ഉത്തരജാതകനെ എന്നത്തലു നീക്കിയകത്തു കരേറിയ പന്തള ബാലകനെ. മേഘത്തളികകളിൽ തെളിനീരും ചന്ദനവും ഒരു നുള്ള് എള്ളും കൊണ്ടൊരു പുലരി പിറക്കുന്നേ. ഇളമേഘത്തളികകളിൽ തെളിനീരും ചന്ദനവും ഒരു നുള്ള് എള്ളും കൊണ്ടൊരു പുലരി പിറക്കുന്നേ. വഴികാക്കും കടുരവനും മിഴിപാകിയ മാളികയും അമൃതേത്തിനു സ്വാമി നടക്കൽ സമയം ചോദിച്ചേ
ഉടവാളും പരിചയമായുടയോനാമയ്യപ്പ. ഇടമില്ല പാവങ്ങൾക്കിനി കാവലു നീ വേണി, കരനാഥൻ തുണവേണി. നിറപുത്തരിത്തിരിയിന്നു വിളമ്പിയ ഉത്തരജാതകനെ, എന്നത്തലു നീക്കിയകത്തു കരേറിയ പന്തള ബാലകനെ. പ്രതിഷ്ഠ കഴിഞ്ഞ 16-ാം തീയതിയാണ് അതിന്റെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചത്. അപ്പോൾ കഴിഞ്ഞ ബാലാലയത്തിലേക്ക് മാറ്റുന്ന സമയത്ത് ഭഗവാനോട് നിശ്ചയം ഉണ്ടായിരുന്നു. നിശ്ചിത കാലയളവിനുള്ളിലായിട്ട് ഭഗവാന ശ്രീകോവിൽ പണിത് അതിൻ്റെ അകത്ത് കുടിയിരുത്താം. അപ്പോൾ 2 ഘട്ടങ്ങളിൽ മാത്രമാണ് ഭഗവാനെ പുറത്തിറക്കാനായിട്ട് നമുക്ക് അവകാശമുള്ളൂ. ഒന്ന്, ക്ഷേത്രം പൊളിച്ചു പണിയുന്ന ആ ഘട്ടത്തിൽ. 2, ആ വിഗ്രഹത്തിനെ നമുക്ക് തിരസ്കരിക്കേണ്ടതായിട്ട് വരുന്ന ഘട്ടത്തിൽ മാത്രമേ പുറത്തിറക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മൾ ഭഗവാനോട് അനുജ്ഞ വാങ്ങിയിട്ടാണ് 25 കലശമാടി അനുജ്ഞ വാങ്ങി ഇത്ര നാളിനുള്ളിലായിട്ട് ഭഗവാനെ പുനഃപ്രതിഷ്ഠിച്ചിരിക്കാനുള്ള വാഗ്ദാനം കൊടുത്തതിന് ശേഷമാണ് ആ ബാലാലയത്തിലേക്ക് മാറ്റി നമ്മൾ പ്രതിഷ്ഠ നടത്തിയത്. അപ്പം അന്ന് തുടങ്ങിയിട്ട് ഇന്ന് വരെയും യാതൊരു വിധത്തിലുള്ള അമംഗളങ്ങളും ഉണ്ടായില്ലെന്നുള്ളതാണ്. സാധാരണ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ മുടി കത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അശുദ്ധികളൊക്കെ ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, അനർത്ഥങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും മനസ്സൊക്കെ സുഖകരമായിട്ടാണ് പോയൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഇന്നലെ താഴികക്കുടം പ്രതിഷ്ഠിച്ച സമയത്ത് സാക്ഷാൽ ആ ഗരുഡ ഭഗവാൻ ഇവിടെ സാന്നിധ്യം ഉണ്ടായി എന്നുള്ളതാണ്. ഭഗവാന്റെ നേത്രോന്മേല കണ്ണു തുറന്ന സമയത്ത് മഹാലക്ഷ്മിയാണ് ഈ ഗോവിന്ദ പിൻഭാഗത്ത് വസിക്കുന്നത്. ആ ദർശനം കൊടുക്കുന്ന സമയത്ത് ആ നടക്കൽ വെച്ചത് ചാണകവും എടുത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു മഹാലക്ഷ്മിയുടെ അനുഗ്രഹം. അപ്പോൾ ദൈവാധീനം പൂർണ്ണമായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഭഗവാനെ നമുക്ക് അകത്ത് നോക്കുന്ന സമയത്ത് ആ പൂർണ്ണമായിട്ടുള്ള ചൈതന്യത്തോട് കൂടിയിട്ട് നിൽക്കുന്ന ഒരു ഭാവം കൂടി കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിലെത്തി അത് ഭഗവാന എന്താണോ നമുക്കുള്ള സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ അത് ഭഗവാനോട് പറയുക, മനസ്സ് തുറന്ന് പറയുക. ഭഗവാൻ അനുഗ്രഹിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ മാസത്തിൽ ഏതെങ്കിലും ഒരു ശനിയാഴ്ച വന്നിട്ട് കഴിയുന്ന ആളുകൾക്ക് ഭഗവാൻ നെയ്യ് അഭിഷേകം കൊടുക്കുക. ഒരു ദിവസം മലയാള മാസത്തിൽ ഏതെങ്കിലും ഒരു ശനിയാഴ്ച മാത്രം നെയ്യ് അഭിഷേകത്തിന് പ്രാധാന്യം കൊടുക്കും. ശബരിമലയിലൊക്കെ പോകാൻ പറ്റാത്ത 10 വയസ്സ് കഴിഞ്ഞ് 50 വയസ്സിനുള്ള ഇടയിലുള്ള അമ്മമാർക്കൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാന്റെ കൊണ്ടുവരാം, അത് അഭിഷേകിക്കുക, അരിശിഷ്ടം വാങ്ങുക, അത് കുറേശ്ശെയായിട്ട് കഴിക്കുക, ഒരു ഔഷധം പോലെ സേവിക്കുക. അതൊക്കെ ഭഗവാന്റെ ചൈതന്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എത്താനുള്ള മാർഗങ്ങളൊക്കെ തന്നെയാണ്. പരമാവധി ആളുകൾ ക്ഷേത്രത്തിലെത്തുന്ന സമയത്ത് ഭഗവാന്റെ നാമങ്ങൾ, ശരണമന്ത്രങ്ങളൊക്കെ ജപിക്കുക. ശബരിമലക്ക് പോകുന്ന സമയത്തൊക്കെ ഇവിടെ വന്ന് ദർശനം നടത്തിയിട്ടൊക്കെ പോകാൻ ശ്രമിക്കുക. ഭഗവാൻ പ്രത്യേക ഭാവത്തിൻ്റെ രൂപത്തിലായിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമാകും. ഇവിടെ ഒരു ചടങ്ങ് നടത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സങ്കല്പത്തിനപ്പുറമാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം വന്നിട്ടുള്ളത്. ഞാനിവിടെ നിന്ന് പോകുന്ന സമയത്ത്, ബാലാലയത്തിലേക്ക് എടുത്തു പോകുന്ന സമയത്ത്, ചെറിയൊരു ശ്രീകോവിലും ഈ നടപ്പന്തലിൻ്റെ 2 തൂണുകളും കട്ട് ചെയ്തിട്ടുള്ള ഭാഗം മാത്രമേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ശബരിമലയുടെ അതേ നിലവാരത്തിലേക്ക് ഉയരുകയും ക്ഷേത്രത്തിന് വേണ്ടുന്ന ചെമ്പോല വിരിക്കുക എന്നുള്ളതാണ്. എന്നാലാണ് അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി അങ്ങോട്ട് പൂർത്തീകരിക്കുകയുള്ളൂ. അത് മാത്രമല്ല, ഇതൊക്കെ ഈ മണ്ഡപങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള സൗകര്യത്തോടു കൂടിയിട്ട് നിർമ്മിച്ചു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നല്ല വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വേണം, നല്ല പ്രയത്നം വേണം. പിന്നിൽ എപ്പോഴും നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അത് നടക്കുള്ളൂ. അങ്ങനെ ത്യാഗപൂർണമായിട്ട് യാതൊന്നും പ്രതീക്ഷിക്കാണ്ട് ഇപ്പോൾ ഇന്നലെ ഞാനിവിടെ ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാന്റെ രീതിയായിരുന്നു. വീട്ടിലൊന്നും പോയില്ല. അങ്ങനെയാണ് അതിൻ്റെ ചടങ്ങ്. ഭക്ഷണമൊന്നും കഴിക്കാണ്ട് ഇവിടെ തന്നെ ഇരിക്കണമായിരുന്നു. അപ്പം അങ്ങനെ ആ സമയത്ത് തുടങ്ങിയിട്ട് ഇവിടുത്തെ മേൽശാന്തി നേരം വെളുത്ത് ഞാൻ 4 മണിക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ നിന്നിട്ട് ഈ അരങ്ങത്തില്ല, ഇറങ്ങിയിട്ടില്ല. അപ്പം അത്രയും ത്യാഗത്തോട് കൂടിയിട്ട് അദ്ദേഹം ചെയ്യണം. അപ്പം അദ്ദേഹത്തിന് നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ട് ഉപഹാരം.
ആ വേണ്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും നേതൃത്വം നൽകാനും ഓടി നടന്ന് കാര്യങ്ങളൊക്കെ എന്താ കാര്യപ്രാപ്തിയോടുകൂടി ചെയ്യുന്ന നമ്മുടെ കുമാരേട്ടൻ ഏത് നിലയ്ക്ക് നോക്കിയാലും അദ്ദേഹം എന്താ പറയുക നമ്മുടെ പ്രഥമ സ്ഥാനം തന്നെ വഹിക്കുന്നത്. എനിക്ക് ഒരു യജമാന സ്ഥാനം അതന്നെ അദ്ദേഹത്തിന് മഹാഭാഗ്യമാണ്. എന്നാൽ അദ്ദേഹത്തെ കൂടി നമുക്കൊന്ന് ആദരിക്കണം. ഒരുപാട് ആളുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആളുകളുടെ ത്യാഗമാണ് ഇതിന്റെ ഫലം. നമുക്ക് അപ്പോൾ നമ്മൾ പ്രത്യക്ഷമായിട്ടൊന്ന് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഫലം എല്ലാവർക്കും കിട്ടും. ഇന്നലെ നമ്മൾ അനുച്ചേട്ടൻ്റെ മക്കള് പൂവില്ലാണ്ടൊന്നൊക്കെ പോയത് പരിപാടിയാണ്. ഇവിടെ ഇന്നൊരു വിശേഷ ദിവസമാണ്. ഇത്രയും നാളെ അത്രയും കൂടി വരികയാണ്. നിന്റെ ഗത്തോം എന്റെ ഗത്തോം അയ്യപ്പത്തിന്റെ ഗത്തോം നിന്റെ ഗത്തോം എന്റെ ഗത്തോം നിന്റെ ഗത്തോം എന്റെ ഗത്തോം അയ്യപ്പത്തിന്റെ ഗത്തോം നിന്റെ ഗത്തെന്റെ ഗത്തയ്യപ്പത്തിന്റെ ഗ സ്വാമി തിന്റെ ഗത്തോം നിന്റെ ഗത്തെന്റെ ഗത്തയ്യപ്പത്തിന്റെ ഗ സ്വാമി തിന്റെ ഗത്തോം നിന്റെ ഗത്തോം എന്റെ ഗത്തോം നിന്റെ ഗത്തോം എന്റെ ഗത്തോം അയ്യപ്പത്തിന്റെ ഗത്തോം നിന്റെ ഗത്തെന്റെ ഗത്തയ്യപ്പത്തിന്റെ ഗ സ്വാമി തിന്റെ ഗത്തോം നിന്റെ ഗത്തെന്റെ ഗത്തയ്യപ്പത്തിന്റെ ഗ സ്വാമി തിന്റെ ഗത്തോം തഥും സ്വാമി തിന്റെ ഗത്തോം തഥും സ്വാമി തിന്റെ ഗത്തോം തഥും. കോടി ബ്രഹ്മാണ്ട നായകന് ഹരഹരി വിളയാടലിലൊരു വണിയും നിലവേ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകന് ഹരഹരി വിളയാടലിലൊരു വണിയും നിലവേ ശബരിഗിരിയിലുതി തെളിവഴും കുളിരം വെളിമുഖവനെ നിലവയ്യനെ നിലവയ്യനെ അയ്യനയ്യനെ ചിന്മയനെ ഓങ്കാര സുഹൃതമേ അയ്യനയ്യനെ ചിന്മയനെ ഓങ്കാര സുഹൃതമേ നല്ലുരയുള്ളുര നെറി പുലരും അറിവുയരും തിരുമറപ്പൊരു അണി വളരൊളി പൊന്നമ്പല ശ്രീലകത്തോം ഓങ്കാര മഹിമേ ഓങ്കാര മഹിമേ നിന്റെ ഗത്തോം എന്റെ ഗത്തോം അയ്യപ്പത്തിന്റെ ഗത്തോം നിന്റെ ഗത്തെന്റെ ഗത്തയ്യപ്പത്തിന്റെ ഗ സ്വാമി തിന്റെ ഗത്തോം നിന്റെ ഗത്തെന്റെ ഗത്തയ്യപ്പത്തിന്റെ ഗ സ്വാമി തിന്റെ ഗത്തോം തഥും സ്വാമി തിന്റെ ഗത്തോം തഥും സ്വാമി തിന്റെ ഗത്തോം തഥും.
വാഴ്ത്തും ശ്രീധർമ്മശാസകനെ ശ്രുതജന ഹൃദയങ്ങളിൽ ദിനമണിയായി പുലരും ജഗമാകെ വാഴ്ത്തും ശ്രീധർമ്മശാസകനെ ശ്രുതജന ഹൃദയങ്ങളിൽ ദിനമണിയായി പുലരും കനിവിനുറവെ കടമിഴികളിൽ മലരമ്പുകൾ പൊഴിയണേ മണിവർണ്ണനെ മണികണ്ഠനെ മയ്യകത്തോ നെയ്യകത്തോ പരമാത്മഗുരുവേ നന്മയും ഉണ്മയും നിറപൊളിയായി നിറപൊലിയായി അഭയവരത സുഹൃതം തരണി പൂങ്കാവനനാഥനെ പുണ്യാഹകരിമേ പുണ്യാഹകരിമേ നിന്റകത്തോ എന്റകത്തോ നിന്റകത്തോ എന്റകത്തോ അയ്യപ്പത്തിൻ്റകത്തോ നിന്റകത്തോ എന്റകത്തോ അയ്യപ്പത്തിൻ്റകത്തോ നിന്റകത്തെൻ്റകത്തയ്യപ്പത്തിൻ്റക സ്വാമി തിൻ്റകത്തോ നിന്റകത്തെൻ്റകത്തയ്യപ്പത്തിൻ്റക സ്വാമി തിൻ്റകത്തോ നിന്റകത്തോ എന്റകത്തോ അയ്യപ്പത്തിൻ്റകത്തോ നിന്റകത്തോ എന്റകത്തോ അയ്യപ്പത്തിൻ്റകത്തോ നിന്റകത്തെൻ്റകത്തയ്യപ്പത്തിൻ്റക സ്വാമി തിൻ്റകത്തോ നിന്റകത്തെൻ്റകത്തയ്യപ്പത്തിൻ്റക സ്വാമി തിൻ്റകത്തോ തഥോം സ്വാമി തിന്തകത്തോം തഥോം സ്വാമി തിന്തകത്തോം തഥോം സ്വാമി തിന്തകത്തോം തഥോം
വിധി പോലൊരു സ്നേഹം നൽകിയ സ്വാമി, വിധി പോലൊരു സ്വർഗം നൽകിയ സ്വാമി. നീലാംബരി നീളെ വിരിക്കാൻ ഹൃദയമണി തൊട്ടിലൊരുക്കാൻ ദേവാത്മജനയ്യപ്പ നീ കളിയാടിയിടേണേ, എന്നിൽ കളിയാടിയിടേണേ. നിധി പോലൊരു സ്നേഹം നൽകിയ സ്വാമി, വിധി പോലൊരു സ്വർഗം നൽകിയ സ്വാമി. നീലാംബരി നീളെ വിരിക്കാൻ ഹൃദയമണി തൊട്ടിലൊരുക്കാൻ ദേവാത്മജനയ്യപ്പ നീ കളിയാടിയിടേണേ, എന്നിൽ കളിയാടിയിടേണേ. നദി പോലെ കണ്ണനു വൃന്ദാവനി പോലെ, മായിക യമുനാ നദി പോലെ കണ്ണനു വൃന്ദാവനി പോലെ, ദേവദാരുവേ തഴുകിയെത്തുന്ന അളകനന്ദ പോലെ, ദേവദാരുവേ തഴുകിയെത്തുന്ന അളകനന്ദ പോലെ. വിഷ്ണുപുത്രനാം സ്വാമിയിൽ ഞാൻ പൂർണ്ണഭക്തി കൊള്ളും, വിഷ്ണുപുത്രനാം സ്വാമിയിൽ ഞാൻ പൂർണ്ണഭക്തി കൊള്ളും. വിധി പോലൊരു സ്നേഹം നൽകിയ സ്വാമി, വിധി പോലൊരു സ്വർഗം നൽകിയ സ്വാമി. നീലാംബരി നീളെ വിരിക്കാൻ ഹൃദയമണി തൊട്ടിലൊരുക്കാൻ ദേവാത്മജനയ്യപ്പ നീ കളിയാടിയിടേണേ, എന്നിൽ കളിയാടിയിടേണേ. ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചി വിഘ്നങ്ങൾ
പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം മുൻപിൽ വേദാന്ത പൊരുളിൻ ആധാരശിലയെ കാരുണ്യക്കടൽ കണ്ട കലികാല പ്രഭുവേ കണി കാണാൻ മുന്നിൽ ചെല്ലുമ്പോൾ ദുഃഖങ്ങൾ കർപ്പൂരത്തിരിയായി കത്തുമ്പോൾ അയ്യപ്പൻ കളഭച്ചാട്ടണിയാൻ നിൽക്കുമ്പോൾ നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവമൃതത്വം സ്വാമിക്ക് പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം മുൻപിൽ പന്തളനാഥൻ വൻപുലിമേലെ വന്നെഴുന്നെള്ളും മാമലയിൽ മകരവിളക്കിൻ മഞ്ജുളനാളം മിഴിതെളിയാനായി കാണുന്ന പന്തളനാഥൻ വൻപുലിമേലെ വന്നെഴുന്നെള്ളും മാമലയിൽ മകരവിളക്കിൻ മഞ്ജുളനാളം മിഴിതെളിയാനായി കാണുന്ന ഓ ദയാമയ പരാൽപര ശരണജപങ്ങളോടെ നിൽക്കവേ ഓ ദയാമയ പരാൽപര ശരണജപങ്ങളോടെ നിൽക്കവേ ഒരു നെയ്ത്തിരിക്കു പകരം എരിഞ്ഞു നരജന്മമെന്നൂരും പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം മുമ്പിൽ സങ്കടമെല്ലാം ഇരുമുടിയാക്കി സന്നിധി തേടും പാപികളെ സംക്രമസന്ധ്യേ നിന്നുടെ ചിമിഴിൻ കുങ്കുമമൊഴിയും മയ്യപ്പൻ ഓ നിരാമയ നിരന്തര പ്രണവജപങ്ങളോടെ നിൽക്കവേ ഓ നിരാമ
പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കെ തീർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധിപോലെ തീർക്കണം മുമ്പിൽ നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവമൃതത്വം സ്വാമിക്ക് നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവമൃതത്വം സ്വാമിക്ക്